പിന്നെ ഒരാളുടെ ഔദാര്യം വേണ്ട, അങ്ങനെ ഒരു ജീവിതവും വേണ്ട. ആദ്യം ഞാൻ ഈ കാറ് കൊളുത്തും. പിന്നെയും എന്റെ അന്തസ് നഷ്ടപ്പെട്ട എന്നെയും കൂടെ കൊളുത്തും. രാജു, തീപ്പെട്ടി എടുക്കാം. വേണ്ട മേഡം. എടുക്കാനല്ലേ പറഞ്ഞു. ആന്റി, ആന്റി വേണ്ട. ആന്റി വേണ്ട. മേഡം എടുക്കാൻ പറയുന്നത് കേക്ക്. ഈ നഷ്ടം സഹിക്കാൻ എനിക്ക് പറ്റും. കാരണം എന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുത്തി ഇതും നഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ കരുതിക്കോളാം. മമ്മി, അയൽപക്കത്ത് നിന്നൊക്കെ ആളുകൾ നോക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ മമ്മി? ഇനി ആരുടെ മുന്നിൽ എന്ത് വിളിച്ചു വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ മീഡിയക്കാരുടെ അന്വേഷണോ ഗവേഷണോ ഒക്കെ. അവളെ കൊല്ലാൻ നോക്കിയെന്ന്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയണ്ടേ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവള് പറഞ്ഞു, അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചോ? ആന്റി, ഇനി പ്രശ്നം ഉണ്ടാക്കാതെ അകത്തേക്ക് പോവാം. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. എന്ത് പരിഹരിക്കാൻ? എങ്ങനെ പരിഹരിക്കാൻ? ഇവളിവിടെ കേറി വന്നതിന് ശേഷം ഒരു നിമിഷം പോലും സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ഈ കുടുംബത്തില്? ആ സ്വസ്ഥത തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇവളിവിടെ നിന്ന് പോണം, അല്ലെങ്കിൽ ചാവണം. പത്മ, ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇത്രയും വലിയ സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടും അതൊക്കെ സമാധാനമായിട്ട് അവസാനിച്ചു. ഇനിയും ബഹളം ഉണ്ടാക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന എന്റെ പ്രകൃതം